ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദി അനദർ സെഷൻ ഓഫ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽ. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫേസസ് ഓഫ് ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനാലിസിസിൻ്റെ ഫേസസ്, സ്റ്റെപ്പുകൾ, പ്രോസസ്സാണ്, സ്റ്റേജുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ടൈപ്സ് ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക്, പ്രെഡിക്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ്, ഈ ഒരു 4 ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫേസസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. So first phase, data requirement specification. It means determination of the type of data required or how the data is grouped. ഏത് ടൈപ്പ് ഡാറ്റ വേണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ അനാലിസിൻ്റെ ഫസ്റ്റ് ഫേസ് എന്നുള്ളത്. ഓക്കെ, ഏത് ടൈപ്പ് ഡാറ്റയാണ് വേണ്ടത്, ഈ ഡാറ്റയെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതെങ്ങനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ അനാലിസിസിൻ്റെ ഫസ്റ്റ് ഫേസ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പ് ഡാറ്റ ഏത് ടൈപ്പാണ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക, അതുപോലെ തന്നെ അതെങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ അനാലിസിസിൻ്റെ ഫസ്റ്റ് ഫേസ്. ദെൻ സെക്കൻഡ്, ഡാറ്റ കളക്ഷൻ. പ്രോസസ് ഓഫ് ഗാദറിങ് ഇൻഫർമേഷൻ ഓൺ ടാർഗറ്റഡ് വേരിയബിൾസ് ഐഡൻറ്റിഫൈഡ് ആസ് ഡാറ്റ റിക്വയർമെൻറ്റ്. എന്താണ് ഡാറ്റ റിക്വയർമെൻ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ടാർഗറ്റ് വേരിയബിൾസിൽ നിന്നും ഡാറ്റ ഗ്യാദർ ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ ഡാറ്റ കളക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏത് ടൈപ്പ് ഡാറ്റ വേണം എന്നുള്ളത്. ഓക്കെ, അത് ഏത് സോഴ്സിൽ നിന്നാണ് കിട്ടുക എന്നുള്ളത്, അതുപോലെ തന്നെ ആ കിട്ടുന്ന സോഴ്സിൽ നിന്ന് ഡാറ്റയെ നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് പ്രൈമറി സോഴ്സിൽ നിന്നോ സെക്കൻഡറി സോഴ്സിൽ നിന്നൊക്കെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഫേസിൽ ഏത് ടൈപ്പ് ഡാറ്റ വേണം എന്നുള്ളത് നമ്മൾ നോക്കി, അത് ഏത് സോഴ്സിൽ നിന്നാണ് കിട്ടുക, ആ സോഴ്സിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഫേസ്. അതാണ് ഡാറ്റ കളക്ഷൻ. ദെൻ തേർഡ്, ഡാറ്റ പ്രോസസ്സിംഗ്. ദി ഡാറ്റ ദാറ്റ് ഈസ് കളക്റ്റഡ് മസ്റ്റ് ബി പ്രോസസ്ഡ് ഓർ ഓർഗനൈസ്ഡ് ഫോർ അനാലിസിസ്. This include structuring the data as required for the relevant analysis tools. കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റകളെ നമ്മൾ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യണം, അതുപോലെ തന്നെ കൃത്യമായിട്ട് അത് ഓർഗനൈസ് ചെയ്യണം. ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റകളെ കൃത്യമായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യണം, സ്ട്രക്ചർ ചെയ്യണം. ഓക്കെ, അതിനാണ് നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനാലിസിസ് ടൂൾസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഡാറ്റകളെ സ്ട്രക്ചർ ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റകളെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ പ്രോസസ്സിങ്. നമ്മൾ ഡാറ്റ അനാലിസിസിൻ്റെ ടൂൾസ് ഉണ്ടല്ലോ, ആ ടൂൾസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റകളെ സ്ട്രക്ചർ ചെയ്യുക, അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യുക. അതാണ് ഡാറ്റ പ്രോസസ്സിങ്. ദെൻ ഫൈനലി ഡാറ്റ ക്ലീനിങ്. ഫോർത്ത് സ്റ്റെപ്പാണ് ഡാറ്റ ക്ലീനിങ്. എന്താണ് ഡാറ്റ ക്ലീനിങ്? നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയിൽ ഒരുപാട് എറേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കളക്ട് ചെയ്തിട്ടുള്ള തന്നെ ഒരേ ഡാറ്റ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മളെടുത്തുണ്ടാവും. ഒരേ ഡാറ്റ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഡാറ്റ ഉണ്ടാവും നമ്മളെടുത്ത്. ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും. അതിനെയൊക്കെ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എറേഴ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക, അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡാറ്റ ക്ലീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫിഫ്ത്ത്, ഡാറ്റ അനാലിസിസ്. എന്തിനാണ് നമ്മൾ ഡാറ്റ അനാലിസിസ് നടത്തുന്നത്? നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷൻ കിട്ടാൻ, അല്ലെങ്കിൽ ഒരു ഒരു സമ്മറിക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻഫറൻസിലേക്ക് എത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുന്നത് അല്ലേ. സോ ഡാറ്റ അനാലിസിസ് ചെയ്ത് അതിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു സമ്മറിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഇൻഫറൻസിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, ഒരു ഇൻഫറൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഒരു സമ്മറിക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഡാറ്റ അനാലിസിസ് ചെയ്യാണ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നടത്തുന്നത്. ഓക്കെ, നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ഇൻഫറൻസിലേക്ക് നമ്മൾ എത്തും. ദെൻ ഫൈനലി സിക്സ്ത് സ്റ്റെപ്പ്, കമ്മ്യൂണിക്കേഷൻ. നമുക്ക് അനാലിസിലൂടെയൊക്കെ നമ്മളൊരു റിസൾട്ടിലേക്ക് നമുക്ക് കിട്ടും അല്ലേ. നമുക്ക് ആ കിട്ടിയിട്ടുള്ള റിസൾട്ടിനെ റിപ്പോർട്ടായിട്ട് നമ്മൾ ടോപ്പ് മാനേജ്മെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫർദർ ആക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഏത് രീതിയിലാണോ ടോപ്പ് മാനേജ്മെൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടത്, അവർ ആവശ്യപ്പെട്ട ആ രീതിയിൽ നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിസൾട്ടിനെ ഫർദർ ആക്ഷന് വേണ്ടിയിട്ട്
ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു 6 ഫേസാണ് ഡാറ്റ അനാലിസിസിൽ ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഡാറ്റ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷന്. ഏത് ടൈപ്പ് ഡാറ്റ നമുക്ക് വേണ്ടത്, അതെങ്ങനെ നമ്മൾ ഗ്രൂപ്പാക്കാം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുകയാണ് ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് ഡാറ്റ കളക്ഷൻ, നമ്മൾ ആ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള ടാർഗറ്റ് വേരിയബിൾസിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡാറ്റ കളക്ഷൻ. ദെൻ തേർഡ് ഡാറ്റ പ്രോസസ്സിങ്, നമ്മൾ അനാലിസിസ് ടൂൾസിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള രീതിയിൽ അനാലിസിസ് ടൂൾസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുക, സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ പ്രോസസ്സിങ്. ദെൻ ഡാറ്റ ക്ലീനിങ്, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയെ എറേഴ്സിൽ നിന്ന് അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷനൊക്കെ കറക്റ്റ് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ ക്ലീനിങ്. ദെൻ ഡാറ്റ അനാലിസിസ്, നമ്മളൊരു സമ്മറിക്ക് എത്താൻ വേണ്ടിയിട്ട്, ഒരു കൺക്ലൂഷൻക്ക് എത്താൻ വേണ്ടിയിട്ട് ഡാറ്റ അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഫൈനലി കമ്മ്യൂണിക്കേഷൻ, നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടിനെ റിപ്പോർട്ടായിട്ട് നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഡാറ്റ അനാലിസിസിൻ്റെ ഫേസ്. ഓക്കെ, ഇന്നത്തെ ഇത്ര മതി.